ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണയെ മരുമകളായി താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ജോണിനും വീണയോടൊരു ഇഷ്ടമുണ്ടായിരുന്നുവെന്നും വീണ സ്വന്തം സഹോദരനെ പോലെയാണ് ജോണിനോട് ഇടപെട്ടിരുന്നതെന്നും അത് കാരണം ജോണും ആ ആഗ്രഹം അവന്റെ ഉള്ളിൽ നിന്ന് കളഞ്ഞെന്നും മേരിക്കുട്ടി ടീച്ചർ അമ്മയോടായി പറയുന്നുണ്ട്. എന്നാലും ഇത്രയും വലിയൊരു സീക്രട്ട് നീ ഉള്ളി വെച്ചല്ലോ എന്ന് സരസ് ചോദിക്കുമ്പോൾ നിനക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്നെ ചീത്ത വിളിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചിരിയോടെ മേരിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്. ഏയ്, നിനക്ക് എന്നോടുള്ള അടുപ്പവും ഇഷ്ടവും കാരണമല്ലേ ഇങ്ങനൊരു ആഗ്രഹം തോന്നിയത് എന്ന് സരസ് ചോദിക്കുമ്പോൾ നിന്നോട് പണ്ട് ഇക്കാര്യം ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നീ എന്ത് പറയുമായിരുന്നു എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നുണ്ട്. അവരുടെ താല്പര്യം നോക്കുമായിരുന്നു എന്ന് സരസു പറയുന്ന കേട്ട് ഒരു കാര്യവുമില്ലെങ്കിലും നീ ഇതറിഞ്ഞപ്പോ എനിക്കൊരു സമാധാനമായി. എന്നാലും നീ ഇത് എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞില്ലെന്ന് മേരിക്കുട്ടി ചോദിക്കുന്നുണ്ട്. കുഞ്ഞിക്ക് എവിടുന്നോ ചെറുതായി കിട്ടിയൊരു വിവരം എന്റെ അടുത്ത് സൂചിപ്പിച്ചു. ആര് പറഞ്ഞെന്ന് എന്നോട് പറഞ്ഞില്ല, പക്ഷേ അതാരാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് സരസു പറയുമ്പോ ആരാ എന്ന് മേരിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്. അത് താൻ പിന്നെ പറയാമെന്നും അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ എന്ന് സരസുവും. താൻ ഈ കാര്യം വീണയോടൊന്ന് സൂചിപ്പിക്കട്ടെ എന്ന് മേരിക്കുട്ടി ചോദിക്കുമ്പോ എന്റെ ഇഷ്ടമെന്ന് സരസുവും. ഒരു നിമിഷം ആലോചനയോടെ നിന്ന് താൻ ഒരു കഥ പറഞ്ഞു കൊടുക്കാമെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട്. എന്ത് കഥയെന്ന് സരസു ചോദിക്കുമ്പോൾ എന്റെ തന്നെ കഥ. അപ്പോൾ എന്നെ ഒന്നുകൂടി നന്നായി വീണയ്ക്ക് മനസ്സിലാവും. ഞാൻ പറയുന്ന കാര്യവും വീണയ്ക്ക് എളുപ്പം മനസ്സിലാവും എന്ന് മേരിക്കുട്ടി പറയുമ്പോൾ പറഞ്ഞു നോക്കുന്ന ടീച്ചർ അമ്മയും. അവിടെ താഴെ സോഫയിൽ മൊബൈലെല്ലാം നോക്കി ആകെ ബോറടിച്ചിരിക്കുകയാണ് വീണ. അപ്പോഴാണ് കല്ല് പറഞ്ഞ കാര്യം അവളുടെ ഓർമ്മയിലേക്ക് എത്തുന്നത്. അതെ, ജോൺ അങ്കിളിനെ പണ്ട് കുഞ്ഞിയോടൊരു ലവ് ട്രാക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടെന്നല്ല മീൻ ചെയ്തത്, പണ്ടെപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ മേരിക്കുട്ടി ടീച്ചറിന് കുഞ്ഞിയെ മരുമോളായി കിട്ടണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ അവൾ പറഞ്ഞതോർക്കെ വീണ എഴുന്നേറ്റ് ജോണിന്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. റൂം ആകെയൊന്ന് നോക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് ടേബിളിൽ വെച്ച ഡയറി അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവൾ ആ ഡയറി എടുത്ത് മറിച്ചു നോക്കുമ്പോഴാണ് കുഞ്ഞായ തന്നെയും എടുത്തു നിൽക്കുന്ന അമ്മയുടെ ഫോട്ടോ അതിൽ നിന്ന് കിട്ടുന്നത്. വീണ്ടും മറിച്ചു നോക്കുമ്പോഴാണ് സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ വീണയും ജോണും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടുന്നത്. ആ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെ എടുത്തു നോക്കിക്കൊണ്ട് ജോണുമായുള്ള കൂടിക്കാഴ്ചയുടെ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. ആ ഫോട്ടോ ടേബിളിലേക്ക് വെക്കുമ്പോഴാണ് ഡയറിയിൽ എഴുതിയ വരികൾ അവളുടെ കണ്ണിൽപ്പെടുന്നത്. ഈ ദീർഘയാത്രയിൽ ചിലരൊപ്പമുണ്ടാവുമെന്ന് നമുക്ക് തോന്നും. അങ്ങനെ എന്നെ കൊണ്ട് തോന്നിച്ചൊരു ചിത്രമാണിത്. ചില ഭാഗ്യങ്ങളെ ഒപ്പം ചേർത്തുള്ള ദീർഘയാത്രയാവട്ടെ, ശുഭയാത്ര എന്ന ജോണിന്റെ ആ വരികൾ വായിക്കേ വീണയുടെ മനസ്സിലേക്ക് അന്ന് ക്രിസ്മസ് രാത്രിയിൽ ടൗണിലൂടെ നടന്ന കാര്യങ്ങളെല്ലാം ഓടിയെത്തുന്നുണ്ട്. അവളത് തന്റെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് പേജ് മറിക്കുമ്പോഴാണ് വീണ്ടും ചില വരികൾ. വീണയെ മരുമകളായി അമ്മയും ആഗ്രഹിച്ചിരുന്നു എന്ന് കേട്ടപ്പോ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അമ്മയോട് പണ്ട് എനിക്കും വീണയെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. വൈകിയൊരു കാലമല്ലേ, സന്തോഷാണ് അതിനൊക്കെ. ഞാൻ അതിന് ഒപ്പമുണ്ടാവും, വീണയുടെ സ്വന്തം ഏട്ടനായി എന്നൊക്കെയുള്ള ആ വരികൾ വായിച്ചു തീർക്കെ വീണയും ടെൻഷനോടെ ആ ഡയറി ടേബിളിലേക്ക് വെക്കുന്നുണ്ട്. പിന്നീട് അവൾ ആ 2 ഫോട്ടോയും മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്ത് തന്റെ കല്യാണ സമയത്ത് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ജോൺ തന്നെ മൈൻഡ് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം വീണ ഓർത്തെടുക്കുന്നുണ്ട്. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇല എടുത്തോണ്ടിരിക്കുന്ന ജോൺ തന്നെ മൈൻഡ് ചെയ്യാത്തത് കണ്ട് വീണ ജോണിന്റെ അരികിലേക്ക് ചെന്ന് ജോണേട്ടാ, എന്നെ ജോണേട്ടൻ അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നുക. എന്റെ വിവാഹത്തിന് ജോണേട്ടനെ കണ്ടതുപോലുമില്ല. എന്റെ ഒപ്പം തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ. എന്നിട്ടും ജോണേട്ടൻ കേട്ടില്ല. എനിക്ക് നല്ല വിഷമായി ജോണേട്ടാ എന്നൊക്കെ ജോണിനോട് പറഞ്ഞതോർത്ത് അവൾ ടെൻഷനോടെ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവിടെ വിഷ്ണുവിന്റെ വീട്ടിൽ കേസ് കഴിഞ്ഞെത്തിയ രാധയോട് എന്തായി രാധേ കേസിന്റെ കാര്യങ്ങൾ എന്ന് വിഷ്ണുവിന്റെ അമ്മ ചോദിക്കുന്നുണ്ട്. വിഷ്ണുവും കല്ലവും കാവ്യവും എല്ലാം അരികിൽ തന്നെ നിൽപ്പുണ്ട്. നമുക്ക് പ്രശ്നമില്ലാത്ത വിധത്തിൽ തന്നെയായി കാര്യങ്ങൾ എന്ന് സന്തോഷത്തോടെ രാധ പറയുമ്പോ അപ്പോ ടീച്ചർ മൊഴിമാറ്റി പറഞ്ഞോന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് രാധ പറയുമ്പോ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമില്ലാണ്ടായി എന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട്. അതാണ് ട്വിസ്റ്റ് എന്ന് രാധ പറയുമ്പോ എന്താ അമ്മേ അതെന്ന് കല്ലുവും. അതേം സന്തോഷത്തോടെ പറയാം. അല്ല, നിങ്ങളൊക്കെ ചായ കുടിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇട്ടില്ല, രാധ വന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചു എന്ന് വിഷ്ണുവിന്റെ അമ്മ പറയുമ്പോ സന്തോഷത്തോടെ ചായ ഞാനിടാം, എന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് രാധ അടുക്കളയിലേക്ക് എണീറ്റ് പോകുമ്പോ എല്ലാവരും അമ്പരപ്പോടെ അവളെ നോക്കി നിൽപ്പുണ്ട്. കാവ്യ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് അച്ഛാ, ഈ അമ്മയ്ക്ക് ഇതെന്തു പറ്റി? അമ്മയോട് നന്നാവാൻ കോടതി വിധിച്ചോ എന്തോ എന്ന് ചിരിയോടെ ചോദിക്കുന്നുണ്ട്. അവിടെ അടുക്കളയിൽ രാധ ചായ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. പാല് തിളപ്പിച്ച് കാവ്യയ്ക്കും കല്ലുവിനും 2 ഗ്ലാസുകളിലേക്ക് ഒഴിച്ച് പഞ്ചസാരയിട്ട് ബാക്കി പാൽ സ്റ്റൗവിലേക്ക് തിരികെ വെച്ച് ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ടോണ്ടിരിക്കുക. അടുക്കളയിലേക്ക് എത്തിവലിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന കാവ്യയോടായി ജഡ്ജി ഇവളുടെ തലയ്ക്ക് ചുറ്റിക കൊണ്ടോ മറ്റോ അടിച്ചോ എന്തോ എന്ന് വിഷ്ണു ചിരിയോടെ പറയുമ്പോ അതിന് ചാൻസ് ഉണ്ട്, അമ്മയുടെ തലക്കിട്ട് അടിച്ചിട്ടാവും ജഡ്ജി ഓർഡർ പറഞ്ഞത് എന്ന് കാവ്യയും ചിരിയോടെ പറയുന്നുണ്ട്. അവള് കേൾക്കണ്ടെന്ന് വിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചായയുമായി രാധ അങ്ങോട്ടെത്തുന്നത്. എല്ലാവർക്കും സന്തോഷത്തോടെ ചായ കൊടുത്ത് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു ചോദിക്കുന്നത്, അല്ല
എങ്ങനെയാ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതായതെന്ന്. സംഗതി അമ്മ തന്നെ ഓപ്പറേറ്റ് ചെയ്തതാ. അമ്മയുടെ കൂടെ TTCക്ക് പഠിച്ച ഒരു കലയുമായിട്ട് അച്ഛൻ റിലേഷനിലായിരുന്നെന്ന് രാധ പറയുമ്പോൾ നിന്റെ അച്ഛന് റിലേഷൻ ഇല്ലാത്ത പെണ്ണുങ്ങള് നാട്ടിൽ കുറവാണെന്ന് വിഷ്ണുവും. അത് കേട്ട് രാധ അസ്വസ്ഥതയോടെ ഇരിക്കുമ്പോഴേക്കും അതുപോട്ടെ നീ പറ എന്ന് വിഷ്ണു പറയുന്നുണ്ട്. ആ കലയാണ് അച്ഛന് ടൂറിന്റെ വിവരങ്ങൾ ഷെയർ ചെയ്തത് എന്ന് രാധ പറയുമ്പോൾ ഈ കലയുടെ കാര്യം ടീച്ചർ എങ്ങനെ അറിഞ്ഞെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അമ്മയോടൊപ്പം പഠിച്ച രഘുസാറ അമ്മയോട് ഈ കാര്യം പറഞ്ഞത്. അക്കാര്യം പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞു. ആ സ്ത്രീയെ കോടതിയിൽ ക്രോസ് ചെയ്യുകയും ചെയ്തു എന്ന് രാധ പറയുന്നത് കേൾക്കെ എന്തായാലും കാര്യങ്ങൾ രാധയ്ക്ക് അനുകൂലമായല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. കോടതിയിൽ നമുക്കെതിരെ കാര്യങ്ങൾ വന്നാ എന്തു ചെയ്യുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നമുക്കുള്ളത് 2 പെൺപിള്ളേരല്ലേ. രാധയ്ക്കെതിരെ വിധി വന്ന മക്കളെയും ബാധിക്കില്ലേ. എന്തായാലും ഇത് അങ്ങനെ അങ്ങ് തട്ടി തടഞ്ഞു പോയി എന്ന് വിഷ്ണുവിന്റെ അമ്മയും ആശ്വാസത്തോടെ പറയുന്നുണ്ട്. ആൾക്ക് ശിക്ഷ വിധിച്ചോ അമ്മേ എന്ന് കല്ല് ചോദിക്കുമ്പോൾ ശിക്ഷാവിധി വേറൊരു ദിവസത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞ് പിന്നെ യൂണിഫോം ബക്കറ്റിലിട്ടോ കേട്ടോ, ഞാൻ കഴുകിയിട്ടോളാം എന്നവൾ പറയുന്നത് കേൾക്കെ എല്ലാവരും അമ്പരപ്പോടെ പരസ്പരം നോക്കുന്നുണ്ട്. കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് ഇവിടെ വെച്ചേക്ക്, ഞാൻ കഴുകി വെച്ചോളാം എന്ന് പറഞ്ഞവൾ ചിരിയോടെ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും രാധയ്ക്ക് എന്ത് പറ്റിയെന്നറിയാതെ അവരിയ്ക്കുന്നുണ്ട്. ഇത് ചുറ്റികയ്ക്കടികിട്ടി നന്നായത് തന്നെയാണെന്ന് കല്ലുവും ചിരിയോടെ പറയുന്നുണ്ട്. അവിടെ രേണുവിന്റെ വീട്ടിൽ ഋതു പേപ്പർ പ്ലെയിൻ പറത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹേഷ് അങ്ങോട്ട് നടന്നു വരുന്നത്. നിന്റെ അപ്പൂപ്പൻ എവിടെയിടാന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അകത്തുണ്ടെന്ന് ഋതുവും. നീ വായെന്ന് പറഞ്ഞ് ഋതുവിനെയും കൂട്ടിക്കൊണ്ട് മഹേഷ് ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും സ്റ്റെയർകേസ് ഇറങ്ങി ഭാർഗവനും അങ്ങോട്ടെത്തുന്നുണ്ട്. അവനെ കണ്ട് മരുമോൻ എത്തിയോ, അല്ല പിടിച്ചകത്തിട്ടില്ലേ എന്ന് ഭാർഗവൻ ചോദിക്കുമ്പോ ഇല്ല, വന്നിട്ടേ ഞാൻ മാമനെ തന്നെ അന്വേഷിച്ചേ എന്ന് പറയുമ്പോ അതെന്തെന്ന് ഭാർഗവനും. അപ്പോഴേക്കും ശശികലയും രേണുവും അങ്ങോട്ടെത്തുന്നുണ്ട്. അങ്ങനെ അങ്ങ് അതപ്പതിച്ച് ഈ മഹേഷ് ജയിലിലോട്ടൊന്നും പോവില്ല, കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വെടിപ്പായി വരുന്നുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ പറയുമ്പോ അതിന് വിധിയൊന്നും വന്നില്ലല്ലോ, ട്രയൽ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഭാർഗവൻ ചോദിക്കുന്നത് കേട്ട് രേണുവിനും ചിരി വരുന്നുണ്ട്. ട്രയൽ കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ഞങ്ങൾക്കുള്ള ആരോപണം തെറ്റാണെന്ന് എന്ന് മഹേഷ് പറയുമ്പോ അപ്പോ ടീച്ചർ പറഞ്ഞത് കള്ളമായിരുന്നല്ലേ എന്ന് ഭാർഗവനും ചോദിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞതേ ഒരു സാധ്യതയാ, അന്ന് ആർക്കും ശരിയെന്ന് തോന്നുന്ന ഒരു സാധ്യത മാത്രം. ഇപ്പൊ യഥാർത്ഥ ശരി അത് അമ്മയ്ക്ക് മുന്നിലെത്തി എന്ന് മഹേഷ് പറയുമ്പോ ചിരിയോടെ ഇത് വിളിച്ചു പറയാനാണോ മരുമോൻ നമ്മളെ അന്വേഷിച്ചത് എന്ന് ഭാർഗവൻ ചോദിക്കുമ്പോ രേണുവും ശശികലയും അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അത്രയ്ക്കങ്ങ് അധിക്ഷേപിച്ചതല്ലേ മാമ എന്ന് ഭാർഗവനോടായി ചോദിച്ച് അരികെ നിൽക്കുന്ന ശശികലയെ നോക്കിക്കൊണ്ട് അല്ല മാമി എന്താ പറഞ്ഞത്, ജയിലില് സുഖങ്ങളൊക്കെ ആയിരിക്കും, ചെള്ളുകളും കൊതുകുകളും ഒന്നും കാണൂല എന്ന് അല്ലേ എന്ന് മഹേഷ് ചോദിക്കുന്ന കേട്ട് മരുമോനെ എണ്ണി പറയുന്നതൊക്കെ വിധി വന്നിട്ട് പോരെ, സംഗതി വിധി എന്താണെന്ന് നേരത്തെ പറയാൻ ഒക്കൂല, നമ്മുടെ വിധി പോലെ ഇരിക്കും, അതുകൊണ്ടല്ലേ ഇതിനെ വിധി എന്ന് പറയുന്നത്, അതുകൊണ്ട് ഇപ്പൊ ഒരു മയത്തിൽ മതി, ചിലപ്പോ വിധി തിരിഞ്ഞു വന്ന സംഗതി ചമ്മിപ്പോവും എന്ന് പറഞ്ഞ് ഭാർഗവൻ കളിയാക്കി ചിരിക്കുമ്പോ ശശികലയും രേണുവും അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഉറപ്പുണ്ട്, അമ്മ കന്യാകുമാരിയിലുണ്ടെന്ന് അച്ഛനെ അറിയിച്ച ആളെ കോടതി വിചാരണ ചെയ്തു എന്ന് മഹേഷ് പറയുമ്പോ അതാരെന്ന് ഭാർഗവനും. അത് അമ്മയുടെ കൂടെ പഠിച്ച കല എന്നൊരു ലേഡിയാ. മഹേഷ് പറയുമ്പോ അയ്യോ കൂടെ പിടിച്ചവര് തന്നെ ഒറ്റിയോ എന്ന് ശശികലയും ചോദിക്കുന്നുണ്ട്. അവൾക്ക് മോഹനുമായി എന്ത് കണക്ഷൻ എന്ന് ഭാർഗവൻ ചോദിക്കുമ്പോ എന്തോ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ടെന്ന് മഹേഷും. അത് കേൾക്കെ ഭാർഗവനും ശശികലയും പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും അങ്ങരുടെ ബന്ധങ്ങളുടെ ഒരു സെൻസസ് എടുക്കണം എന്ന് ഭാർഗവൻ പറയുന്നത് കേൾക്കെ നല്ല ഒന്നാന്തരം ഫാമിലിയാണെന്ന് ശശികലയും കളിയാക്കുന്നുണ്ട്. ഋതു അപ്പോഴേക്കും മഹേഷിനെ തോണ്ടിക്കൊണ്ട് അച്ഛ വന്നേ എന്ന് വിളിക്കുന്നുണ്ട്. മഹേഷ് അവന് ചെവി കൊടുക്കുമ്പോഴേക്കും ഇനി അമ്മയും കൂടി തുടങ്ങും, അപ്പോഴേക്കും സ്കൂട്ടാവണം എന്നവൻ രഹസ്യമായി പറയുമ്പോഴേക്കും ഓക്കെ എന്ന് പറഞ്ഞ മഹേഷും പുറകെ ഋതുവും അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. അവർ രണ്ടുപേരും നടന്നു ചെന്ന് മുറ്റത്തുള്ളൊരു ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോഴേക്കും അച്ഛാ ഇവരുടെ അടുത്തൊന്നും വിളിച്ചു പറഞ്ഞ് ആളാവാൻ നോക്കരുത്, നമ്മൾ ചെറുതായി പോവേ ഉള്ളൂ, നമ്മൾ സക്സസ് ആയിട്ട് ഇവരുടെ മുന്നിൽ നിന്ന് ചെറിയൊരു ചിരി, അതാ ചതി ക്യാൻസർ എന്ന് ഋതു പറയുമ്പോ മഹേഷും ചിരിയോടെ എടാ അത് ശരിയാണല്ലോ, നീ ഒരു കില്ലാടി തന്നെ എന്ന് മഹേഷ് പറയുന്നുണ്ട്. അച്ഛനിനി അമ്മയുമായിട്ട് നല്ല റിലേഷനിലാവാൻ നോക്കണം, അമ്മയ്ക്ക് അച്ഛനെ കളിയാക്കൽ ഇത്തിരി കൂടുതലാ, അത് നമുക്ക് മാറ്റിയെടുക്കണം അച്ഛന്ന് ഋതു പറയുമ്പോ ശരിയാ എന്ന് മഹേഷും. ഇനി നമ്മുടെ ബേക്കറി അച്ചമ്മയ്ക്ക് കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്ത് തിരിച്ചെടുക്കണം എന്നുള്ള ഋതുവിന്റെ ഉപദേശം കേട്ട് മഹേഷ് സന്തോഷത്തോടെ അവനെ ചേർത്ത് പിടിച്ച് ഋതു നീ ഇപ്പോ എന്നെ ഉപദേശിക്കാറായോടാ, നീ പറഞ്ഞത് കറക്റ്റാ എന്ന് പറയുമ്പോ പിന്നെ അമ്മയുമായിട്ട് കമ്പനിയായിട്ട് നമുക്ക് ഇവിടുന്ന് താമസം മാറണം, ഇവിടെ അച്ഛന് ഒരു വിലയുമില്ലെന്ന് ഋതു പറയുന്നുണ്ട്. അത് ഞാനും ആലോചിക്കുന്നുണ്ടടാ എന്ന് മഹേഷ് പറയുമ്പോ ഇതും അതും നമ്മുടെ വീടല്ലച്ചാ, നമുക്ക് സ്വന്തമായിട്ടൊന്ന് വേണം എന്ന് ഋതു പറയുമ്പോ നിനക്ക് എന്നെക്കാളും ബോധമുണ്ടല്ലോടാ, എല്ലാം ഋതു പറഞ്ഞതുപോലെ ശരിയാവും, നമ്മൾ ശരിയാക്കുമെടാ എന്ന് പറഞ്ഞ് മഹേഷ് അവനെ ചേർത്ത് പിടിച്ചിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മേരിക്കുട്ടി ടീച്ചർ വീണയോട് ജോണിന്റെ ഇഷ്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നതും മോഹന്റെ കോടതി വിധിയുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.